ഉണർന്നിരിക്കുമ്പോഴും മനസ്സിനെ അലട്ടുന്ന, ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ചിന്തകളെ സ്വപ്നങ്ങളെന്ന് വിളിക്കാനാണ് എനിക്കിഷ്ടം. ഞാൻ നാളിതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭംഗിയുള്ള സ്വപ്നം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ നിൻ്റെ പേര് പറയും. അതിഥി ആ കത്ത് വായിച്ചു തുടങ്ങുന്നു. സ്നേഹത്തിൻ്റെ, പരിഗണനയുടെ, മനസ്സിലാക്കലിൻ്റെ ഏറ്റവും മനോഹരമായ ഭാഷ്യങ്ങളിലൊന്ന് തിര കരയെ വന്നു തൊടും വിധം നമ്മെ വന്നു തൊടുന്നു. മലയാള സാഹിത്യത്തിലെ ജനപ്രിയ വായനാ പന്ഥാവിൽ നാഴികക്കല്ലായി മാറിയ കൃതിയാണ് നിമ്ന വിജയയുടെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്. അതിൻ്റെ തുടർച്ചയായി ഓർക്കിഡിൻ്റെ നിറമുള്ള ബാംഗ്ലൂരിൽ നിന്ന് കൽക്കത്ത നഗരത്തിൻ്റെ തിരക്കിലേക്ക് അതിഥി എത്തിച്ചേരുന്നതോടുകൂടി നിമ്നയുടെ ഏറ്റവും പ്രിയപ്പെട്ട നിന്നോട് ആരംഭിക്കുകയായി. അതിഥി ജീവിതത്തിൻ്റെ പലയിടങ്ങളിൽ വച്ച്, പല വഴികളിൽ വച്ച് ഏറ്റവും പ്രിയപ്പെട്ട പലരും കാരണങ്ങൾ പോലും പറയാതെ ഇറങ്ങിപ്പോകുന്നു. നിറങ്ങളുടെ ചില്ലാകാശം മേഘാവൃതമാകുന്നു. ചിലപ്പോൾ സ്വപ്നങ്ങൾ പൊട്ടിപ്പോകുന്നു. അങ്ങനെയാണ് അവൾ അവളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത്. കൽക്കത്തയിലെത്തിയ അതിഥിയെ അപ്രതീക്ഷിതമായി തേടിയെത്തിയ മഹാദേവൻ്റെ കത്തുകൾ. അവളുടെ കണ്ണുകളിലേക്ക് ആകാശത്തിലെ നീലനക്ഷത്രങ്ങൾ പോലെ വന്നിറങ്ങിയ അയാളുടെ അക്ഷരങ്ങൾ. ആരായിരുന്നു അയാൾ? ഒരുപാട് ചോദ്യങ്ങളുടെയും ആത്മവിശ്വാസത്തിൻ്റെയും അതിഥിയുടെ പുതുയാത്ര. എന്നെപ്പോലെ നിന്നെപ്പോലെ. മിഴി. അതിഥിയുടെ ജീവിതത്തെ അവൾ പോലും അറിയാതെ മാറ്റിമറിച്ചത് മിഴിയായിരുന്നു. നേർത്ത വാനിരമണം പേറുന്ന ഒരു ഓർമ്മ പോലെ, താളമയഞ്ഞ ഗിത്താറിൻ്റെ സരണി പോലെ, മനുഷ്യജീവിതത്തിൻ്റെ നിലയില്ലാ കയത്തിൽ അവൾ നമ്മളെ കൊണ്ടുപോകുന്നു. പ്രവചനങ്ങൾ അസാധ്യമായ മനുഷ്യജീവിതത്തിൻ്റെ തീരത്തുകൂടി മിഴിയുടെ കൈപിടിച്ച് നാം നടന്നു പോകുന്നു. ആ സമയം അവൾ ആരാണ് എന്ന ചോദ്യം നമ്മെ വന്നു മൂടുന്നു. ഏറ്റവും എന്ന വാക്കിനെ അതിമനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്നു ഈ പുസ്തകം. ശരണിൻ്റെ, രാഹുലിൻ്റെ, അതിഥിയുടെ, മിഴിയുടെ കഥകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട നിന്നോട്. മലയാള സാഹിത്യത്തിലെ ദിശാവ്യതിയാനത്തിൻ്റെ മറ്റൊരു മുഖമായി മാറിയ ഏറ്റവും പ്രിയപ്പെട്ട നിന്നോട്. കൂടുതൽ വായിക്കപ്പെടട്ടെ, ഏറ്റമേറ്റം മനസ്സുകളിലേക്ക് കൂടുതൽ ആഴത്തിൽ പകർന്നുകൊള്ളട്ടെ.